ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നഗരത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം അനുഭവപ്പെടും. അവിടെ സ്റ്റാച്യു സെക്രട്ടറിയുടെ മുന്നിലെ ഭാഗം, പുളിമൂട്, ഈ പറയുന്ന പ്രദേശങ്ങളൊക്കെ തന്നെ മിക്കവാറും സമരങ്ങളുണ്ടാകും. സെക്രട്ടറിയുടെ മുന്നിലാണല്ലോ മിക്ക സമരങ്ങളും അരങ്ങേറുന്നത്. മാത്രമല്ല അതുവഴിയൊക്കെ പോകുന്ന ആളുകൾക്കൊക്കെ യാത്രയ്ക്ക് തടസ്സം നേരിടും. അതുപോലെ കവടിയാർ ഭാഗത്തേക്കും ഈ കിഴക്കേക്കോട്ട ഭാഗത്തേക്കും ഒക്കെ പോകുന്ന ആളുകൾക്കും, ആശുപത്രിയിൽ പോകുന്ന ജനറൽ ഹോസ്പിറ്റൽ ഭാഗത്തേക്ക് പോകുന്ന ആളുകൾക്കൊക്കെ എപ്പോഴും ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. ഈ ജാഥകളും സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ സെക്രട്ടറി മുന്നിൽ ഒരു സാധാരണ കാഴ്ചയാണ്. ഈ സാഹചര്യത്തിലാണ് ഗവർണർ, നമ്മുടെ സംസ്ഥാന ഗവർണർ കോർപ്പറേഷനിലെ കൗൺസിലേഴ്സിന് കൊടുത്തിട്ടുള്ള ഒരു ചായ സൽക്കാരത്തിൽ പറഞ്ഞത് ഡൽഹിയിലെ ജന്തർ മന്ദിർ പോലെയുള്ള മോഡലിൽ തിരുവനന്തപുരത്തും സമരങ്ങളും പ്രതിഷേധങ്ങളും നടത്താൻ ഒരു സ്ഥലം കണ്ടുപിടിക്കണം. കാരണം കവടിയാറിലേക്ക് പോയ, ലോക് ഭവനിലേക്ക് പോയ ഒരു ഗസ്റ്റിന് സ്ഥലത്തെത്താൻ കഴിയാതെ പോയ സംഭവം പരാമർശിച്ചാണ് ഗവർണർ ഇക്കാര്യം പറഞ്ഞത്. പല ആളുകളും പറയുന്നുണ്ട് ഡൽഹിയിലൊക്കെ തന്നെ ജന്തർ മന്ദിർ എന്ന് പറയുന്ന സ്ഥലം എക്സ്ക്ലൂസീവായിട്ട് പ്രതിഷേധങ്ങൾക്കും സമര പരിപാടികൾക്കുമായിട്ട് നീക്കി വെച്ചിരിക്കുക. അതേപോലൊരു സ്ഥലം തിരുവനന്തപുരത്ത് ഉണ്ടാകുന്നെങ്കിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ സമരകാഹളങ്ങളൊക്കെ തന്നെ അവിടെ അരങ്ങേറുകയും ചെയ്യാം. എന്നാൽ ജനങ്ങളുടെ ജീവിതത്തെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നുമില്ല. നല്ലൊരു ഐഡിയ, ആലോചിച്ച് നോക്കാവുന്ന